ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ അനലൈസിസ് ഓഫ് വാരിയൻസ് എന്താണെന്നും അതിൻ്റെ 2 ടെക്നിക്സ് അല്ലെങ്കിൽ 2 ടൈപ്സ് ഏതാണെന്നും ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് അനലൈസിസ് ഓഫ് വാരിയൻസിൻ്റെ 2 ടൈപ്സ് ഓർ 2 ടെക്നിക്സ്? ഫസ്റ്റ് വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. സെക്കൻഡ് വൺ 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്താണ് വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുടെ പെർട്ടിക്കുലാരിറ്റി? വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഡാറ്റ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരൊറ്റ ക്രൈറ്റീരിയയുടെ ബേസിലായിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എന്താണ്? ഈൽഡിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ അവിടെ ഫെർട്ടിലൈസർ മാത്രമായിരുന്നു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിരുന്നത്. ഒരു കൃഷിയിടത്തിൽ കൃഷി ഇറക്കുമ്പോൾ നമ്മൾ 3 പ്ലോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ 3 പ്ലോട്ടിലും വ്യത്യസ്ത ഇനം ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് റിസൾട്ടും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസത്തിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതായത് ചില ക്വാളിറ്റി കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും, ലാസ്റ്റ് കിട്ടുന്ന വിളവ്. ഓക്കെ, അപ്പോൾ അവിടെ കാണിക്കുന്ന ആ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ അനലൈസിസ് ഓഫ് വാരിയൻസ് എന്ന മെത്തേഡാണ് ഉപയോഗിക്കുക എന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇവിടെ നമ്മൾ ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഏതാണ്? ഫെർട്ടിലൈസർ തന്നെ പല ടൈപ്പിലുള്ളത് ഈ എക്സാമ്പിളിൽ ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് വൺ വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ ആയി നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതേപോലെ അടുത്തത് 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുടെ പ്രത്യേകത എന്താണ്? 2 ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഡാറ്റയെ ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനെ 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയും. അതിനും എക്സാമ്പിൾ ഈ ഈൽഡിൻ്റെ കേസിൽ തന്നെയാണ് നമ്മൾ എടുത്തത്. അതായത് കൃഷി ഇറക്കുമ്പോൾ 3 പ്ലോട്ടിലാണ് കൃഷി ഇറക്കുന്നതെങ്കിൽ അവിടെ 2 ക്രൈറ്റീരിയ സെലക്ട് ചെയ്തു. ഏതൊക്കെയാണ്? ഫെർട്ടിലൈസറും സീഡും 2 ക്രൈറ്റീരിയയായി സെലക്ട് ചെയ്തു. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? ഈ 3 പ്ലോട്ടിൽ എന്ന് വെച്ചാൽ 3 കൃഷിയിടത്തിലും നമ്മൾ കൃഷി ഇറക്കുമ്പോൾ ഒരേ ധാന്യം തന്നെ കൃഷി ഇറക്കുമ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ടൈപ്പിലുള്ള വളങ്ങൾ, 3 ടൈപ്പിലുള്ള വളവും ഉപയോഗിച്ചു. ഓരോന്നിലും ഓരോ വളം ഉപയോഗിച്ചു. അതുപോലെ ഒരേ ധാന്യം തന്നെയാണ്, പക്ഷെ അത് തന്നെ നമുക്ക് വെറൈറ്റി ടൈപ്പിൽ കിട്ടുമല്ലോ. അപ്പോൾ 3 ടൈപ്പിലുള്ള വിത്ത് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും വേറെ വേറെ ആയിരിക്കും അല്ലേ? അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് അതിൽ നമുക്ക് ലാസ്റ്റ് റിസൾട്ടിൽ കാണാം. അങ്ങനെ ആ റിസൾട്ടിൻ്റെ ഡിഫറൻസ് എത്രത്തോളമാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എത്രത്തോളമാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്, അനലൈസിസ് ഓഫ് വാരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അതായത് ഇവിടെ ഫെർട്ടിലൈസറും സീഡും ആണ് 2 ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ക്രൈറ്റീരിയ വന്നത് കൊണ്ട് തന്നെ 2 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പിലുള്ള ഡാറ്റേനെ അല്ലെങ്കിൽ ഈ രീതിയിൽ 2 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ ടൈപ്സ് ഓഫ് വാരിയൻസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? മെയിനായിട്ട് 2 എണ്ണമാണ്. 1 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. 1 വേയിൽ വരുന്നത് ഈ ഒരു 3 പോയിന്റും അതുപോലെ 2 വേയിൽ വരുന്നത് ഈ പോയിന്റ്സും ആണ്. അതും കഴിഞ്ഞ ദിവസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. അതായത് നമ്മുടെ പ്രോബ്ലം പാർട്ടിലേക്ക് പോവുകയാണ്. പ്രോബ്ലം പാർട്ട് ചെയ്യുമ്പോൾ അതിന് ചില സ്റ്റെപ്പ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ആ സ്റ്റെപ്പ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈപ്പിലുള്ള പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ആ സ്റ്റെപ്പാണ് ഇനി പറയുന്നത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം ചെയ്യാനുള്ള പ്രൊസീജിയറാണ് ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് 1 വേ അനലൈസിസ് ഓഫ് വാരിയൻസ്. 1 വേ അനലൈസിസ് ഓഫ് വാരിയൻസ് 1 വേ ടൈപ്പിലുള്ള ഡാറ്റയാണ് നമുക്ക് തന്നത് എങ്കിൽ അതിൻ്റെ അനലൈസിസ് ഓഫ് വാരിയൻസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ ടൈപ്പിലുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ കാണാതെ പഠിക്കണം. സ്റ്റെപ്പ് മീൻസ് അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. ഇതിൽ പല ടേംസും നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. പക്ഷേ ഇത് ഒന്ന് കറക്റ്റ് നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പ്രോബ്ലം വളരെ ഈസിയാണ്. ഓക്കെ,
അപ്പോൾ നോക്കാം. പ്രൊസീജിയർ ഫോർ ക്യാരിയിങ് ഔട്ട് അനലൈസിസ് ഓഫ് വാരിയൻസ് ഇൻ വൺ വേ ക്ലാസിഫിക്കേഷൻസ്. അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് പ്രൊസീജിയർ, assume that the means of the samples are equal. That is, the effects of all factors are equal. That is, alpha 1 equal to alpha 2 equal to etc. equal to alpha k. ഈ സിമ്പിൾ വായിക്കുന്നത് ആൽഫ 1 ആൽഫ 2 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുന്നുള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ എന്താണ് നൾ ഹൈപ്പോത്തസിസ്, എന്താണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് കുറേ തവണ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. എന്താണ് ആ നൾ ഹൈപ്പോത്തസിസ്? അസ്യൂം ദാറ്റ് ദ മീൻസ് ഓഫ് ദ സാമ്പിൾസ് ആർ ഈക്വൽ. അതായത് സാമ്പിളിൻ്റെ മീൻ ഈക്വൽ ആണ് എന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്ത് അവസാനം ആ റിസൾട്ട് ഓക്കെ ആണോ എന്ന് ലാസ്റ്റ് എഫ് ടെസ്റ്റിലൂടെ പരിശോധിക്കും. അത് നിങ്ങളുടെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു തന്നിരുന്നു. അനലൈസിസ് ഓഫ് വാരിയൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇത് എഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഹൈപ്പോത്തസിസ്, ഫസ്റ്റ് ഹൈപ്പോത്തസിസ് എങ്ങനെ എടുക്കണം? ദ മീൻസ് ഓഫ് ദ സാമ്പിൾസ് ആർ ഈക്വൽ എന്ന രീതിയിൽ എടുക്കണം. അതായത് സാമ്പിളിൻ്റെ മീൻ ഈക്വൽ ആണ്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല, ഈക്വൽ ആണ് എന്ന രീതിയിൽ നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ ഒരു സെൻറ്റൻസിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ആർ ഈക്വൽ എന്ന് വെച്ചാൽ എല്ലാ ഫാക്ടേഴ്സും ഈക്വൽ ആണ് എന്ന രീതിയിലാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒന്നുകിൽ ഈ സെൻറ്റൻസ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ആൽഫ കെ. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് compute mean square between the samples, say MSC, and mean square within the samples, say MSC. ഇനി വരുന്ന ഓരോ വേർഡും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഈ വേർഡ് നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം, അത് എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുക. ആദ്യം നിങ്ങൾ എന്താ ചെയ്തത്? ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾസ്, സേ MSC എന്ന് വെച്ചാൽ സാമ്പിൾസിൻ്റെ ഇടയിൽ, അതായത് സാമ്പിൾസ് തമ്മിലുള്ള മീൻ സ്ക്വയർ എത്രയാണ്, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, അതിനെ കോമൺ ആയിട്ട് MSC എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, മീൻ സ്ക്വയർ അതായത് MS. ഓക്കെ, മീൻ സ്ക്വയർ C എന്നതുകൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ലെറ്റർ കൂടി. അപ്പോൾ MSC എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്ന ടേം. ഓക്കെ, മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾസ്, MSC എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾസ്, അതായത് സാമ്പിൾ തമ്മിലുള്ള മീൻ സ്ക്വയറിന്റെ ഡിഫറൻസ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ, സേ MSC. അടുത്തത് എന്താണ്? ആ സാമ്പിൾ തമ്മിൽ തന്നെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. സാമ്പിൾ തമ്മിൽ തന്നെ ഉള്ള ഒരു ചെറിയ ഡിഫറൻസ്, സാമ്പിളിൻ്റെ ഉള്ളിലുള്ള ഡിഫറൻസ്, അത് എത്രത്തോളമാണ് അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടേമാണ് MSC. ഓക്കെ, മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിനെ സൂചിപ്പിക്കാൻ MSC എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാറിപ്പോവരുത്. മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾസ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള സാമ്പിളുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണ് എന്നതിനെ സൂചിപ്പിക്കാൻ MSC എന്ന ടേമും, അതുപോലെ മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? സാമ്പിളുകൾ തമ്മിലുള്ളതാണ് MSC. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തന്നിട്ടുള്ള സാമ്പിളിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. സാമ്പിളുകൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമാണ്. ഇനി ഈ മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാമ്പിളിൻ്റെ ഉള്ളിലുള്ള ഡിഫറൻസ് ആണ്. സാമ്പിളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഡിഫറൻസ് കാണാം. അതിനെയാണ് MSC എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഇങ്ങനെയാണ് പറയാൻ നമുക്ക് സാധിക്കുന്നുള്ളത്. ഇനി അടുത്തത്, ഫോർ കമ്പ്യൂട്ടിംഗ് MSC ആൻഡ് MSC ഫോളോയിങ് കാൽക്കുലേഷൻസ് ആർ മെയ്ഡ്. ഓക്കെ, അപ്പോൾ MSC എന്താണെന്നും മനസ്സിലാക്കി. ഇനി അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണെന്നാണ് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ അടുത്തതിൽ ഒരു ടേം കാണാം, T ഈക്വൽ ടു. T എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ T എന്തിനാണ് ഉപയോഗിക്കാറ്? ടോട്ടൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനല്ലേ. ഇവിടെയും അത് തന്നെയാണ്. T എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഇൻ റോസ് ആൻഡ് കോളംസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കുറേ റോയും കോളും ഒക്കെ തന്നിട്ടുണ്ടാവും, അതിൽ കുറേ വാല്യൂസും തന്നിട്ടുണ്ടാവും. ആ വാല്യൂസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് T എന്ന് പറയുന്നത്, എല്ലാതിൻ്റെയും ടോട്ടൽ. ഇനി SST എന്നുള്ള പുതിയൊരു വേർഡ് നിങ്ങൾക്ക് കാണാം. SST എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് T സ്ക്വയർ ഡിവൈഡഡ് ബൈ N. അപ്പോൾ ഈ ടേം നിങ്ങൾ കാണാതെ പഠിക്കുക. അടുത്ത ടേം എന്താണ്? SST. SST കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, അതായത് നമുക്ക് കുറേ വാല്യൂസ് റോയിലും കോളത്തിലും തന്നിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ സ്ക്വയറിൻ്റെ സമ്മ് കാണുക. എന്നിട്ട് ആ കിട്ടിയ ആൻസറിൽ നിന്നും ഇപ്പോൾ നമ്മൾ ടി ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും, ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്നതിൻ്റെ ആൻസർ മൈനസ് ചെയ്യുക. എന്ന് വെച്ചാൽ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ എല്ലാ വാല്യൂസും കൂടി കൂട്ടിയതാണ് ടി. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷൻ ആണോ നമുക്ക് തന്നിട്ടുള്ളത് നമ്മളിങ്ങനെ എണ്ണി നോക്കാം. അപ്പോൾ ആ ഒരു കാര്യമാണ് എൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് എന്താണ്, SSE, സി എന്ന് കാണാം. അടുത്ത ടേം SSE എന്ന് പറയുമ്പോൾ അത് കാണാനുള്ള ഇക്വേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, സിഗ്മ x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് സിഗ്മ x2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 പ്ലസ് എക്സെട്ര മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n, വേർ സിഗ്മ x1 സിഗ്മ x2 എക്സെട്ര ആർ ദ കോളം ടോട്ടൽസ്. അപ്പോൾ SSC കാണാൻ, അതായത് പുതിയൊരു ടേമാണ് അടുത്തത്. ഇത് SST ആയിരുന്നു, അത് എന്താണ് SSC. ഓക്കെ, SSC കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഇപ്പോഴേ കാണാതെ പഠിക്കുക. എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഓരോ കോളും റോയൊക്കെ തന്നിട്ടുണ്ടാവും പറഞ്ഞില്ലേ, അങ്ങനെ ആ ഓരോ കോളവും ആ കോളം മൊത്തം ഇങ്ങനെ ഓരോ കോളായിട്ട് ആഡ് ചെയ്യും. ആദ്യത്തെ കോളം ആഡ് ചെയ്തത് സിഗ്മ x1, രണ്ടാമത്തെ കോളം ആഡ് ചെയ്തത് സിഗ്മ x2 എന്ന ഓർഡറിൽ. ഓക്കെ, അപ്പോൾ കോളം ടോട്ടലിനെയാണ് സിഗ്മ x1 സിഗ്മ x2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ SSC കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സിഗ്മ x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1. ഈ n1 എന്ന് പറഞ്ഞാൽ എന്താ, ആ കോളത്തിൽ എത്ര സംഖ്യ ഉണ്ടോ ആ എണ്ണാണ് n1. അതുപോലെ n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോളത്തിൽ എത്ര സംഖ്യകളുണ്ടോ അതാണ് n2. അപ്പോൾ ഇക്വേഷൻ മൊത്തത്തിൽ എങ്ങനെ വായിക്കാം, സിഗ്മ x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് സിഗ്മ x2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 പ്ലസ് എക്സെട്ര മൈനസ് ടി സ്ക്വയർ ബൈ n. ടി സ്ക്വയർ ബൈ n പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ അടുത്തൊരു ടേമിലേക്ക് പോവാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്, SST കണ്ടു, SSC കണ്ടു അല്ലേ. ഇനി നോക്കുന്നത് SSE ആണ്. ഒരിക്കലും ഇതൊന്നും മാറിപ്പോകരുത്, അതുകൊണ്ട് നന്നായി വായിച്ച് പഠിക്കുക വേണം. SSE എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷൻ, അത് കാണാൻ വളരെ ഈസിയാണ്. ഈ രണ്ട് ടേമും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ SST മൈനസ് SSC ചെയ്താൽ നമുക്ക് SSE കിട്ടും. ഇത് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ SSE ഈക്വൽ ടു എന്താണ്, ഈ രണ്ട് ടേമും കൂടി മൈനസ് ചെയ്താൽ മതി, SST മൈനസ് SSC. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. MSE കാണാനുള്ള ഇക്വേഷൻ, MSE കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു SSC ഡിവൈഡഡ് ബൈ K മൈനസ് 1. ഓക്കെ, SSC ഡിവൈഡഡ് ബൈ K മൈനസ് 1, പെർ K ഈസ് ദ നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ MSE കാണാനുള്ള ഇക്വേഷനാണ് SSC ഡിവൈഡഡ് ബൈ K മൈനസ് 1. SSC ഓൾറെഡി നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ടാവും. K എന്ന് പറഞ്ഞാൽ എന്താണ്, കോളത്തിന്റെ എണ്ണത്തെയാണ് K എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഏതാ, MSE കൂടി നമുക്കിവിടെ കാണാൻ ഇക്വേഷൻ വേണം അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് MSE ഈസ് ഈക്വൽ ടു, എന്താണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, SSE ഡിവൈഡഡ് ബൈ n മൈനസ് K എന്ന് കാണാം. ഓക്കെ, എന്താ MSE കാണാനുള്ള ഇക്വേഷൻ, SSC ഡിവൈഡഡ് ബൈ n മൈനസ് K. SSC ഓൾറെഡി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ n മൈനസ് K എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് കോളം. n എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടോട്ടൽ ഒബ്സർവേഷൻ, എത്ര ഒബ്സർവേഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ എണ്ണാണ് n എന്ന് പറയുന്നത്. ഇനി അടുത്തത് എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം അനലൈസിസ് ഓഫ് വാരിയൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എഫ് റേഷ്യോ എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എഫ് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ MSE ഡിവൈഡഡ് ബൈ MSC ആണ്. MSE ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, MSCയും ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ MSE ഡിവൈഡഡ് ബൈ MSC ചെയ്താൽ എഫ് റേഷ്യോയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എഫ് റേഷ്യോയുടെ ടെസ്റ്റ് പ്രകാരം നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ടെസ്റ്റിൻ്റെ ഒരു പേജ് എടുക്കണം അല്ലേ. നമുക്കറിയാം എഫ് ടെസ്റ്റ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്, ആ ടേബിളിൽ നിന്ന് എങ്ങനെയാണ് വാല്യൂ കണ്ടെത്തുക എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഒക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വാല്യൂ കണ്ടെത്തേണ്ടി വരും. ഇവിടെ എഫ് ടെസ്റ്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ ടേബിൾ വാല്യൂ ഓഫ് എഫ് ഫോർ K-1 n-K ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ എഫിൻ്റെ വാല്യൂ കാണാനായിട്ട് ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, K-1, n-K. K എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്പർ ഓഫ് കോളം. n എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഒബ്സർവേഷൻ എത്ര ഉണ്ട് എന്നുള്ളത്. If the calculator value of f is less than the table value, accept the null hypothesis that the sample means are equal. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ കാൽക്കുലേറ്റർ വാല്യൂ that is less than
ദ ടേബിൾ വാല്യൂ. അതായത് എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാൾ, ഇപ്പം നമ്മളൊരു ടേബിൾ വാല്യൂ കണ്ടുപിടിക്കല്ലോ, ഈ ഡിഗ്രി ഫ്രീഡം ഒക്കെ ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ആ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണ് ഇപ്പം കിട്ടിയ എഫിന്റെ വാല്യൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തുടങ്ങി വെച്ച ഈ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലാത്ത കേസിൽ അത് റിജക്റ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വി കൺക്ലൂഡ് ദാറ്റ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ സെയിം മാനർ. അപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം എന്നൊരു കേസാണ് കിട്ടിയതെന്നെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. എന്താണ്, ദ മീൻസ് ഓഫ് ദ സാമ്പിൾസ് ആർ ഈക്വൽ എന്ന രീതിയിൽ അതിനെ ലാസ്റ്റിലേക്ക് എത്തിച്ചേരും. അല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നതെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ടേംസ് ഇപ്പോൾ മനസ്സിലായി. ഇനി ഇതിൽ ഈ അനലൈസിസ് ഓഫ് വാരിയൻസിനെ അതിൻ്റെ റിസൾട്ടൊക്കെ എഴുതാനായിട്ട് ഒരു ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ അനലൈസിസ് ഓഫ് വാരിയൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, കുറേ സാമ്പിൾസിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എത്രത്തോളമാണ് എന്ന് ചെക്ക് ചെയ്യാനാണ് അനലൈസിസ് ഓഫ് വാരിയൻസ് ഉപയോഗിക്കുന്നത്. അനലൈസിസ് ഓഫ് വാരിയൻസ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്കൊരു ടേബിളിൽ എഴുതണം. അങ്ങനെ അനലൈസിസ് ഓഫ് വാരിയൻസിൽ ഉപയോഗിക്കുന്ന ആ ടേബിളിനെ വിളിക്കുന്നതാണ് അനോവ ടേബിൾ. ഓക്കെ, അനലൈസിസ് ഓഫ് വാരിയൻസിലെ റിസൾട്ടൊക്കെ ഒരു ടേബിളിൽ എഴുതുന്നുണ്ടെങ്കിൽ ആ ടേബിളിനെ നമുക്ക് എന്ത് വിളിക്കാം, അനോവ ടേബിൾ എന്ന് പറയാം. ഈ അനോവ ടേബിളിൻ്റെ ആ ഒരു സ്ട്രക്ചറും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ എക്സാമിനും അനോവ ടേബിളിൻ്റെ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ ഈ പ്രൊസീജിയറും അതുപോലെ ഇനി പറയാൻ പോകുന്ന ആ ടേബിളിൻ്റെ സ്ട്രക്ചറും നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. അനോവ ടേബിൾ പ്രസൻസ് the various results obtained while carrying out of the analysis of variance. അനലൈസിസ് ഓഫ് വാരിയൻസിലൂടെ നമുക്ക് കിട്ടിയ റിസൾട്ടൊക്കെ ഒരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, അനോവ ടേബിൾ എന്ന് പറയാം. എ specimen of an ANOVA table in one-way classification is given below. one-way classificationൽ ഉപയോഗിക്കുന്ന അനോവ ടേബിളാണ് ഇനി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇത് കാണാതെ പഠിക്കണം. നോക്കൂ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഇതുകൂടി എഴുതി വെച്ചാലേ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അനോവ ടേബിളിൽ എന്താണ് ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്, സോഴ്സ് ഓഫ് വാരിയേഷൻസ്. എന്താണ് ഫസ്റ്റ് ബോക്സിൽ, സോഴ്സ് ഓഫ് വാരിയേഷൻ. സെക്കൻഡ് ബോക്സിൽ സം ഓഫ് സ്ക്വയേഴ്സ്. തേർഡ് ബോക്സിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അടുത്ത ബോക്സിൽ മീൻ സ്ക്വയർ. ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് ബോക്സിൽ സോഴ്സ് ഓഫ് വാരിയേഷൻ, അടുത്തത് സം ഓഫ് സ്ക്വയേഴ്സ്, അടുത്തത് ഡിഗ്രി ഓഫ് ഫ്രീഡം, അടുത്തത് മീൻ സ്ക്വയർ. ഇനി സോഴ്സ് ഓഫ് വാരിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നോക്കൂ, ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിൾസും. ഓക്കെ, ഈ ബിറ്റ്വീൻ സാമ്പിൾസിനെ എന്ത് വിളിക്കാൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു ആ പ്രൊസീജിയറിൽ. മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾ ആണെങ്കിൽ അതിനെ MSC എന്ന് റെപ്രസെന്റ് ചെയ്യാം. മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ എന്ന് പറഞ്ഞാൽ MSC എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. അപ്പോൾ സോഴ്സ് ഓഫ് വാരിയേഷന്റെ തൊട്ട് താഴെ വരുന്നത് ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിൾസും ആണ്. ബിറ്റ്വീൻ സാമ്പിൾസ് എന്ന് പറയുമ്പോൾ അതിന് നേരെ നമുക്ക് ഏതാണ് സം ഓഫ് സ്ക്വയേഴ്സിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കണം. ബിറ്റ്വീൻ സാമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് MSC എന്നും റെപ്രസെന്റ് ചെയ്യുന്നു, വിത്തിൻ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ MSE എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു ടേം എഴുതാതെ നമ്മൾ ഇങ്ങനെ തന്നെ സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം. ബിറ്റ്വീൻ സാമ്പിൾസ് എന്നും വിത്തിൻ സാമ്പിൾസ് എന്നും ഫസ്റ്റ് കോളത്തിൽ എഴുതി. പിന്നെ അതിന്റെ ഒരു ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇവിടെ കൊടുത്തു എന്ന് മാത്രം. ഇനി അടുത്തത് സം ഓഫ് സ്ക്വയേഴ്സ്. സം ഓഫ് സ്ക്വയേഴ്സ് എന്നതിന്റെ കോളത്തിൽ നമ്മൾ ഏത് കൊടുക്കണം, SSCയുടെ വാല്യൂ അതുപോലെ SSEയുടെ വാല്യൂ. ഓക്കെ, ഏതൊക്കെയാണ് SSC, SSE, SST. ലാസ്റ്റ് കോളത്തിൽ SST. ഓക്കെ, അതും ഇവിടെ പ്രൊസീജിയറിൽ പറഞ്ഞിരുന്നു എന്താണ് SSC, എന്താണ് SSE, എന്താണ് SST എന്നൊക്കെ. ഓക്കെ, ഈ മൂന്നെണ്ണം ആദ്യം SSC കൊടുക്കുക, പിന്നെ SSE കൊടുക്കുക, പിന്നെ SST കൊടുക്കുക. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് K-1, അടുത്ത കോളത്തിൽ N-K, അടുത്ത കോളത്തിൽ N-1. ഓക്കെ, ഇനി മീൻ സ്ക്വയറിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, മീൻ സ്ക്വയർ ആണ് ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ. ബിറ്റ്വീൻ സാമ്പിൾസ് ആണെങ്കിൽ മീൻ സ്ക്വയർ എങ്ങനെ വരും, MSC. വിത്തിൻ സാമ്പിൾസ് ആണെങ്കിൽ മീൻ സ്ക്വയർ എങ്ങനെ വരും, MSC. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അനോവ ടേബിളിൻ്റെ സ്ട്രക്ചറായി. ഇനി നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ കോളം ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ നേരെ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നേരെ ഈക്വൽ എന്ന് എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ അവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രൊസീജിയറും ഈ സ്ട്രക്ചറും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒന്നുകൂടി പറയാം.
പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ വൺ വേ അനലൈസിസ് ഓഫ് വാരിയൻസിൽ വരുന്ന പ്രൊസീജിയർ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അസ്യൂം ചെയ്യേണ്ടത് ദ മീൻസ് ഓഫ് ദ സാമ്പിൾസ് ആർ ഈക്വൽ, അതായത് നമുക്ക് തന്നിട്ടുള്ള സാമ്പിൾസ് എല്ലാം ഈക്വൽ ആണ് എന്ന രീതിയിൽ വേണം തുടങ്ങാൻ. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, MSEയും കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ചില ടേംസ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ആ ടേംസ് ഏതൊക്കെയാണ്? ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള കുറേ ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റ എല്ലാം കൂടി കൂട്ടിയത് എന്ന് വെച്ചാൽ ടോട്ടൽ, അതാണ് ടി എന്ന് പറയുന്നത്. SST എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സം ഓഫ് സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് T²/n. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഷൻ്റെയും, അതായത് നമുക്ക് തന്നിട്ട് ആ സംഖ്യകളൊക്കെ ഉണ്ടല്ലോ, ആ സംഖ്യകളുടെയൊക്കെ സ്ക്വയറിൻ്റെ സമ്മ് കാണും. SSE എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ x1² / n1 പ്ലസ് സിഗ്മ x2² / n2 പ്ലസ് എക്സെട്ര മൈനസ് T²/n. ഇനി അടുത്തത് SSE എന്ന് പറഞ്ഞാൽ SST മൈനസ് SSE. പിന്നെ MSE എന്ന് പറഞ്ഞാലോ SSE/k-1. MSE എന്ന് പറഞ്ഞാൽ SSE/n-k. എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് MSE/MSE. പിന്നെ എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം k-1ഉം n-kയും ആണ്. ഇത് കാണാതെ നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക. ഒപ്പം ഈ സ്ട്രക്ചറും നന്നായി പഠിക്കുക. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോക്സിൽ സോഴ്സ് ഓഫ് വാരിയേഷൻ, അതിനിടയിൽ വരുന്നത് ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിൾസും, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ SSE, SSE, SST, ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ k-1, n-k, n-1, മീൻ സ്ക്വയറിൽ MSE, MSE. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ഇത്രയും അറിയാമെങ്കിൽ പ്രോബ്ലം വളരെ ഈസിയാണ്. അപ്പോൾ ഇത് നന്നായി പഠിക്കണം. അനവർ ടേബിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുഗർ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം, ബിലോ ആർ ഗീവൺ ദ yield ഇൻ കിലോഗ്രാം പെർ ഏക്കർ ഫോർ 5 ട്രയൽ പ്ലോട്ട്സ് ഓഫ് 4 വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്നത് എന്താണ്, അതായത് ഒരു കൃഷിയിടത്തിലെ വിളവിനെ സംബന്ധിച്ചിട്ടുള്ള ഡാറ്റയാണ്. ഓക്കെ, അവിടെ 5 ഏക്കറയിലാണ് കൃഷി ചെയ്യുന്നത്. 5 ട്രയൽ പ്ലോട്ട്സ്, 5 ഏക്കർ എന്നല്ല, below are given the yield in kilogram per acre for 5 trial plots of 4 varieties of treatment. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഏക്കർ കണക്കിന് കൃഷി സ്ഥലത്ത് 5 പ്ലോട്ട് എടുത്തിട്ട് 5 പ്ലോട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 5 പ്ലോട്ടിലുള്ള പല ടൈപ്പിലുള്ള 4 ടൈപ്പിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര എണ്ണം ഉണ്ട്, പ്ലോട്ട് 5 എണ്ണം. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതിൽ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് പ്ലോട്ട് നമ്പർ 1, 2, 3, 4, 5 എന്ന രീതിയിൽ പ്ലോട്ടിൻ്റെ എണ്ണം തന്നിരിക്കുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്ലോട്ടിൽ സെക്കൻഡ് പ്ലോട്ട്, അതിൽ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ്, തേർഡ് ട്രീറ്റ്മെൻറ്റ്, ഫോർത്ത് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്നത് 4 രീതിയിലായിരിക്കും. ഓക്കെ, ഫെർട്ടിലൈസറോ അങ്ങനെ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത്. ഓക്കെ, ഇനി അതിൽ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റിൽ 40 to 50 എന്ന രീതിയിൽ, സെക്കൻഡിലും തേർഡിലും ഫോർത്തിലൊക്കെ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ക്യാരി ഔട്ട് ആൻ അനലൈസിസ് ഓഫ് വാരിയൻസ് ആൻഡ് സ്റ്റേറ്റ് യുവർ കൺക്ലൂഷൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അനലൈസിസ് ഓഫ് വാരിയൻസിലൂടെ അതിൻ്റെ ഒരു ഡാറ്റയുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അനലൈസിസ് ഓഫ് വാരിയൻസ് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ അനോവ ടേബിളാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ കൺക്ലൂഷൻ ഒന്ന് എന്താണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ കോളം ബേസ്ഡ്, റോ ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ഇവിടെ നൾ ഹൈപ്പോത്തസിസ് കോമൺ ആയിട്ട് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു, അസ്യൂം ദാറ്റ് ദ മീൻസ് ഓഫ് ദ സാമ്പിൾസ് ആർ ഈക്വൽ. അപ്പോൾ അവിടെ എഴുതിയിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. എന്താണ്, assume that the means of the samples are equal എന്ന് എഴുതി വെച്ച ശേഷം ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ബോക്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിലേക്ക് എടുത്ത് എഴുതുന്നത്. അപ്പോൾ നമുക്ക് അതിനൊന്ന് നമ്പർ എങ്ങനെയാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 4 ട്രീറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ കൊടുത്തു. പിന്നെ അതിൻ്റെ താഴെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, X1 എന്നും, സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിനെ X2, തേർഡിനെ X3, ഫോർത്തിന് X4 എന്നും വിളിക്കാം. കാരണം നമുക്ക് സിഗ്മ X1ൻ്റെയും സിഗ്മ X2ൻ്റെയും ഒക്കെ വാല്യൂ കാണണ്ടേ. അപ്പോൾ X1, X2, X3, X4 എന്നിങ്ങനെ ആ ബോക്സിന് പേര് കൊടുത്തു. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതി. കണ്ടോ, 48, 68, പിന്നെ അതുപോലെ 80 തുടങ്ങുന്ന ആ വാല്യൂസ് അതുപോലെ എടുത്തെഴുതി.
ഇനി ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് സിഗ്മ x1 വേണം, സിഗ്മ x2 വേണം, സിഗ്മ x3 വേണം, സിഗ്മ x4 വേണം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ വേണം. അപ്പോൾ സിഗ്മ x1 എന്ന് പറയുമ്പോൾ 240, സിഗ്മ x2 എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 330, സിഗ്മ x3 വീണ്ടും 330, സിഗ്മ x4 400 എന്നും കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഓരോന്നും ഒന്ന് സൈഡിലേക്ക് എടുത്തെഴുതിയതാണ് ഈ കാണുന്നത്. സിഗ്മ x1ൻ്റെ വാല്യൂ, x2, x3, x4 വാല്യൂ ഇങ്ങോട്ട് എടുത്തെഴുതി. ഇനി എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്ര ഒബ്സർവേഷൻ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഡാറ്റ തന്നിട്ടുണ്ടെന്നാണ്. എത്ര ഡാറ്റ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി എണ്ണിയാൽ മതി. അതല്ലെങ്കിൽ ഇതിലെത്ര കോളുണ്ട് നോക്കൂ, 1, 2, 3, 4. ഓരോ കോളത്തിലും എത്ര സംഖ്യകളുണ്ട്? 5 സംഖ്യകൾ അല്ലേ? അപ്പോൾ 4 × 5 20. അപ്പോൾ ടോട്ടൽ എത്ര വാല്യൂസ് ഉണ്ട്? 20 ഉണ്ട്. അപ്പോൾ n = 20 ആണ്. ഇനി കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് കോളംസ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ കെ എത്ര ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ കെ = 4. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. ആ സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ, നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ. പിന്നീട് നമ്മൾ ഈ കോളം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? MSEയും MSEയും കാണണം എന്നല്ലേ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കാണുന്നതിന് മുന്നേ ചില ടേംസ് നമ്മൾ കണ്ടെത്തണം. എന്ന് വെച്ചാൽ ടി കാണണ്ടേ? ടി എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് നമുക്ക് തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും കൂട്ടുക. അപ്പോൾ ടി = സം ഓഫ് ഓൾ ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് = 42 + 50 + അങ്ങനെ കൂട്ടി എല്ലാ വാല്യൂസും കൂട്ടി 66 വരെ കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1300 എന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ടി കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ടേം ഏതാ കാണേണ്ടതെന്ന് നോക്കാം. ടി കിട്ടി. ഇനി അടുത്തത് SST കാണുന്നതിന് മുന്നേ T²/n എന്ന ടേം കാണല്ലേ നല്ലത്. അപ്പോൾ നോക്കാം. T²/n. T² എന്ന് പറയുമ്പോൾ ടിക്ക് പകരം നമുക്ക് കിട്ടിയത് 1300 ആണ്. അപ്പോൾ 1300ൻ്റെ സ്ക്വയർ / n എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? 20. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 84,500 എന്നായിരിക്കും. ഓക്കെ. അപ്പോൾ T²/n ഇവിടെ കൃത്യമായിട്ട് കിട്ടി. ഇനി നമുക്ക് ഏത് കാണാം? T²/n കിട്ടി. അപ്പോൾ SST കാണാം. SST കാണാനുള്ള ഇക്വേഷൻ എഴുതുക. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് T²/n. ഇതിൻ്റെ മീനിങ് എന്താ? നമുക്ക് തന്നിട്ടുള്ള എല്ലാ സംഖ്യകളുടെയും സ്ക്വയറിൻ്റെ സമ്മ് കാണാം. സ്ക്വയർ ചെയ്തിട്ട് സമ്മ് കാണാം. എന്നിട്ട് ഈ ഒരു ടേം അതൊന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 42, 50 അങ്ങനെ തുടങ്ങുന്ന കുറേ സംഖ്യകളല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണണം. എന്നിട്ട് അതെല്ലാം കൂട്ടുകയും വേണം. 42² + 50² + 62² എന്ന രീതിയിൽ കൂട്ടി ലാസ്റ്റ് 66² വരെ കിട്ടും. ഇനി അതിൽ നിന്നും ഏത് മൈനസ് ചെയ്യാം? T²/nൻ്റെ വാല്യൂ മൈനസ് ചെയ്യാം. T²/n എന്ന് പറയുമ്പോൾ എത്രയാണ്? 84,500 ആണ്. അപ്പോൾ -84,500. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? SSTയുടെ 4236 എന്ന് കിട്ടും. ക്ലിയർ? ഇനി അടുത്തത് SSC ആണ് കാണേണ്ടത്. SSC കാണാനുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ x1² / n1 + സിഗ്മ x2² / n2 + എക്സെട്ര - T²/n. അപ്പം SSC = ആ ഇക്വേഷൻ എഴുതി. എന്നിട്ട് അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? T²/n മൈനസ് ചെയ്യണം. T²/nൻ്റെ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് ആ വാല്യൂ അതുപോലെ എഴുതിയാൽ മതി. ഇനി സിഗ്മ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 240. 240² / n1 എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൽ എത്ര സംഖ്യ ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ എല്ലാത്തിലും 5 സംഖ്യ തന്നെയാണ്. അപ്പോൾ n1, n2, n3, n4 ഒക്കെ എന്താണ്? 5 തന്നെയായിരിക്കും. പിന്നെ സിഗ്മ x2ൻ്റെ വാല്യൂ 330, അതിൻ്റെ സ്ക്വയർ പ്ലസ് സിഗ്മ x3യുടെ വാല്യൂ 330 തന്നെ, അതിൻ്റെ സ്ക്വയർ പ്ലസ് ഇനി അടുത്തത് സിഗ്മ x4ൻ്റെ വാല്യൂ 400² / 5 മൈനസ് T²/nൻ്റെ വാല്യൂ. അപ്പോൾ ലാസ്റ്റ് SSCയുടെ വാല്യൂ എന്ത് കിട്ടും? 2580 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്ത ടേം ഏതാ കാണേണ്ടത് നോക്കൂ. SSE. SSE എന്ന് പറഞ്ഞാൽ എന്താ? SST - SSC എന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ ആൻസർ തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പോൾ SSC = ഇക്വേഷൻ എഴുതി. ഇനി ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാന്നല്ലേ. അപ്പോൾ 4236 - 2580. അപ്പോൾ 1656 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് കാണേണ്ടതാണ് ഏത്? MSE കാണാനുള്ള ഇക്വേഷൻ എന്താ? SSC / K - 1. അപ്പോൾ ആ ഇക്വേഷൻ എഴുതുക. SSC / K - 1. SSCയുടെ വാല്യൂ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. 2580 / K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളാണ്. അതെത്രയാ? 4. അപ്പോൾ 4 - 1 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ 2580 / 3. അപ്പോൾ ആൻസർ 860 എന്ന് വരും. ഇനി അടുത്തത് ഏതാ കാണേണ്ടത്? MSE ആണ്. MSE കാണാനുള്ള ഇക്വേഷൻ SSC / n - K.
SSC ഡിവൈഡഡ് ബൈ n മൈനസ് കെ എന്ന് പറയുമ്പോൾ SSCയുടെ വാല്യൂ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 1656 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ല എത്ര എണ്ണം ഉണ്ട് എന്നാണ്. അപ്പോൾ 20 മൈനസ് കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളം അത് 4 അപ്പോൾ 20 മൈനസ് 4 എന്ന് പറയുമ്പോൾ 16. അപ്പോൾ 1656 ഡിവൈഡഡ് ബൈ 16 എന്ന് പറയുമ്പോൾ 103.5 എന്നാണ് MSCയുടെ വാല്യൂ കിട്ടുക. അപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കാണേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ? എഫ് റേഷ്യോയുടെ വാല്യൂ കാണണം. എഫ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? MSC ഡിവൈഡഡ് ബൈ MSC എന്നാണ് അല്ലേ. അപ്പോൾ MSCയുടെ വാല്യൂ ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? 103.5 ഡിവൈഡഡ് ബൈ 860 ചെയ്താൽ മതി. അപ്പോൾ അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു എഫ് റേഷ്യോ ഈസ് ഈക്വൽ ടു 860 MSC ഡിവൈഡഡ് ബൈ MSC. അപ്പോൾ MSC എത്ര? 103.5 ഡിവൈഡഡ് ബൈ 860 ബൈ 103.5. MSC ഡിവൈഡഡ് ബൈ MSC ആണല്ലേ. ഓക്കെ, MSC ഡിവൈഡഡ് ബൈ MSC ആണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ 860 ഡിവൈഡഡ് ബൈ 103.5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 8.3 എന്ന് വരും. അപ്പോൾ എഫ് റേഷ്യോയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എഫ് റേഷ്യോ കാണാനുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് നമുക്ക് ഓൾറെഡി നേരത്തെ അറിയാമായിരുന്നു. അവിടെ നോക്കാം, K-1 n-k എന്നായിരുന്നു ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ K-kയുടെ വാല്യൂ എത്രയായിരുന്നു? 4 അല്ലായിരുന്നു. അപ്പോൾ 4 - 1 എന്ന് പറയുമ്പോൾ 3. n-k എന്ന് പറയുമ്പോൾ n 20 ആയിരുന്നു. 20 മൈനസ് ഇത് എത്രയായിരുന്നു? 4. അപ്പോൾ 3ഉം 20 - 4 എന്ന് പറയുമ്പോൾ 16ഉം 3 16 എന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു K-1 ഈസ് n-k ദാറ്റ് ഈസ് ഈക്വൽ ടു 316 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ടേബിൾ വാല്യൂ കാണണം. അപ്പോൾ ടേബിൾ വാല്യൂ കാണുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ വിട്ടുപോയി. ഏതാണ്? അനോവ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ MSC കിട്ടിക്കഴിഞ്ഞാൽ നോക്കൂ, ലാസ്റ്റ് MSC കിട്ടി, MSEയും കിട്ടി അല്ലേ. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അനോവ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അനോവ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് അങ്ങ് വരച്ചേക്കുക ഇതേപോലെ. സോഴ്സ് ഓഫ് വാരിയേഷൻ, ബിറ്റ്വീൻ സാമ്പിൾസ്, വിത്തിൻ സാമ്പിൾസ്, സം ഓഫ് സ്ക്വയേഴ്സ്, SSC, SSC, SST, ഡിഗ്രി ഓഫ് ഫ്രീഡം, K-1 n-k n-1 മീൻ സ്ക്വയർ MSC. ഓക്കെ, അപ്പോൾ അത് അതേപോലെ എഴുതി വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ നേരെ വാല്യൂ എഴുതുക. SSCയുടെ വാല്യൂ എത്രയാ? SSC 2580 കണ്ടോ, 2580. SSC എത്രയാ? 1656. SST 4236. ഇതൊക്കെ നമുക്ക് കിട്ടിയ വാല്യൂസാണ്. ഇനി അടുത്തത് K-1 3ഉം n-k എന്താണ്? 16ഉം ആണ്. എന്ന് വെച്ചാൽ ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 20 മൈനസ് K 4. അപ്പോൾ 20 - 4 16. പിന്നെ n-1 എന്ന് പറയുമ്പോൾ 20 - 1 എന്ന് പറയുമ്പോൾ 19. ഇനി MSC എത്രയാണ്? 860. അങ്ങനെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ, 860. MSC എന്താണ്? 103.5. അപ്പോൾ MSC 103.5. ഇനി ഇത് കാണാനുള്ള ഇക്വേഷനിൽ അവിടെ നമ്മളെ തിയറി പാർട്ടിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. F ഈസ് ഈക്വൽ ടു MSC ഡിവൈഡഡ് ബൈ MSC എന്നാണ്. അപ്പോൾ അതൊന്ന് തിരുത്താൻ പോവാണ്. ഒന്ന് നോക്കണം. MSC ഡിവൈഡഡ് ബൈ MSC നമ്മുടെ തിയറി പാർട്ടിൽ തന്നെ ഒന്ന് തിരുത്തുകയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. MSC അതായത് ഇത് മുകളിലാണ് വരേണ്ടത്. MSC ഡിവൈഡഡ് ബൈ MSC എന്ന് നിങ്ങൾ തിരുത്തുക കേട്ടോ. എന്താണ്? MSC ആണ് മുകളിൽ വരേണ്ടത്, MSE ആണ് അടിയിൽ വരേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ തിരുത്തി എഴുതുക. MSC ഡിവൈഡഡ് ബൈ MSC ആണ് കറക്റ്റ് എഫ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ബോക്സ് ക്രിയേറ്റ് ചെയ്ത ശേഷം, അപ്പോൾ നോക്കൂ, അനോവ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? എഫ് റേഷ്യോ കാണാം. എഫ് റേഷ്യോ നമ്മൾ ഓൾറെഡി നമ്മളിതിന് തൊട്ട് മുന്നേ പറഞ്ഞു. എന്നാലും F ഈക്വൽ ടു എന്താണ്? MSC ഡിവൈഡഡ് ബൈ MSC എന്ന് വെച്ചാൽ MSC ഇതൊന്ന് നോക്കിയാൽ മതി. 860 ബൈ 103.5. അപ്പോൾ 8.3 എന്ന് കിട്ടും. പിന്നെ അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ ഇക്വേഷൻ വെച്ചിട്ട് 316 എന്നും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലോഗരിതം ടേബിൾ എടുക്കുക. ലോഗരിതം ടേബിളിൽ നിങ്ങൾക്ക് എഫ് റേഷ്യോ എന്ന കോളം നിങ്ങളുടെ ലോഗരിതം ടേബിളിൽ എഫ് ടേബിൾ കാണാം. ഓക്കെ, എഫ് റേഷ്യോ കാണാനുള്ള എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ടേബിൾ കാണാം. അതിൽ എന്ത് ചെയ്യണം? ഡിഗ്രി ഓഫ് ഫ്രീഡം 316 എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ എഫ് ടേബിളിൽ
എഫ് റേഷ്യോയുടെ ടേബിൾ എടുത്തിട്ട് 3:16 നോക്കുക എങ്ങനെയാണ് വാല്യൂ വരുന്നതെന്ന്. തൽക്കാലം നമുക്ക് നോക്കി നോക്കാം. ടേബിൾ കയ്യിലില്ല, അപ്പോൾ എന്താണെന്ന് നോക്കാം. 3:16 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടേബിൾ എടുക്കുമ്പോൾ, എഫ് ടെസ്റ്റിൻ്റെ ടേബിൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത് വ്യക്തമായി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ടേബിൾ എടുക്കുമ്പോൾ, എഫ് ടെസ്റ്റിൻ്റെ ടേബിൾ എടുക്കുമ്പോൾ. അപ്പോൾ അതിൽ 3:16 നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ 3:16 എവിടെയാണ് കിടക്കുന്നത് നോക്കാം. നോക്കൂ, 3:16 3 ഇവിടെ നോക്കുക. 1 2 3 3. ഓക്കെ, ഇനി 16 ഈ സൈഡിൽ 16 എവിടെ കിടക്കുന്നത് നോക്കുക. അപ്പോൾ 16 ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 3ഉം 16ഉം ആ ഒരു ലൈന് കറക്റ്റായിട്ട് നോക്കുക. എത്ര വാല്യൂ വരുന്നത് 3ൻ്റെ നേരെ, അതുപോലെ 16ൻ്റെ നേരെ. അപ്പോൾ നോക്കൂ എത്ര നമുക്ക് ആൻസർ കിട്ടുന്നത്. 3.24 എന്നാണ് ഏതിൽ വരുന്നത്. 3.24 എന്നാണ് നമ്മുടെ എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ. എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ മീൻസ് ആ ടേബിൾ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടെത്തി. എത്രയായിരുന്നു നോക്കൂ, 8.3 എന്നാണ്. ഇനി നമ്മൾ കാണുന്നത് എന്താ, എഫ് ടെസ്റ്റിൻ്റെ തന്നെ ടേബിൾ വാല്യൂ ആണ്. ആ ടേബിൾ വാല്യൂ കാണാനുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് 316. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ടേബിൾ എടുത്തു, ആ പേജ് എടുത്തു, എന്നിട്ട് 316 എവിടെയാണ് കിടക്കുന്നത് നോക്കി. 3 ഇവിടെയാണ്, അതുപോലെ 16 ഈ സൈഡിലും കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ടോ ഒരു ലൈൻ വരച്ചിട്ടോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതിൻ്റെ നേരെ വരുന്ന വാല്യൂ ഏതാ, 3.24. അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 316ൻ്റെ എത്രയാണ്, 3.24 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, the table value of f at 5% level of significance. level of significance എപ്പോഴും 5% തന്നെയായിരിക്കും. for 316 ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് എത്രയാണ് ടേബിൾ വാല്യൂ, 3.24. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ, ടെസ്റ്റ് വാല്യൂവും അതുപോലെ ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, 3.24 ആണോ 8.3 ആണോ വലുത്. 3.24നേക്കാൾ വലുതാണ് 8.3. അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു അതിൻ്റെ കണ്ടീഷൻ, ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇഫ് ദ കാൽക്കുലേറ്റർ വാല്യൂ ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, ടേബിൾ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇവിടെ ടേബിൾ വാല്യൂ 3.24 ആണ്. 3.24നേക്കാൾ വലുതാണ് എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ദ കാൽക്കുലേറ്റർ വാല്യൂ ഓഫ് എഫ് ഈസ് മോർ ദാൻ ദ ടേബിൾ വാല്യൂ ഓഫ് എഫ്, therefore the null hypothesis is rejected. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നൾ ഹൈപ്പോത്തസിസിൻ്റെ ആ ഒരു ടേം ഉണ്ടല്ലോ, അത് റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം തുടങ്ങി വെച്ചത് എങ്ങനെയായിരുന്നു, ഇതെല്ലാം ഈക്വൽ ആണ്, ദ മീൻസ് ഓഫ് ദ സാമ്പിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. സോ റിസൾട്ടും ഓപ്പോസിറ്റ് തന്നെയായിരിക്കും. therefore the treatments do not have the same effect. അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെൻറ്റിൽ ഒരേ എഫക്റ്റ് ആവില്ല എന്നൊരു റിസൾട്ടിലാണ് നമുക്ക് കിട്ടിയത്. എന്താ അതിൻ്റെ മീനിങ്, ഇവിടെ ട്രീറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കൃഷി ഇറക്കുകയാണ് ഓരോ പ്ലോട്ടിലും. ആ പ്ലോട്ടിൽ ഫസ്റ്റിൽ ഒരു ഫെർട്ടിലൈസറായി ഉപയോഗിച്ചിട്ടുണ്ടാവുക, സെക്കൻഡിൽ വേറൊന്ന്, തേർഡിൽ വേറൊന്ന്, ഫോർത്തിൽ വേറൊന്ന്, അങ്ങനെ 4 ട്രീറ്റ്മെൻറ്റാണ് ഈ 5 പ്ലോട്ടിൽ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ കിട്ടുന്ന വിളവ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതും വ്യത്യാസമായിരിക്കും. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, ഫെർട്ടിലൈസറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. അപ്പോൾ ഒരേ എഫക്റ്റ് ആവില്ല കിട്ടുകയെന്ന്, അങ്ങനെ ഒരു റിസൾട്ടിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. therefore the treatment do not have the same effect. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒരേ എഫക്റ്റ് ആവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു പ്രോബ്ലം നന്നായി തറോ ആയി കഴിഞ്ഞാൽ അടുത്ത പ്രോബ്ലം വളരെ ഈസിയാണ്. അതായത് നമുക്ക് ആ പ്രൊസീജിയറും ഈ ബോക്സും അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഇതേപോലെ ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ yield ഓഫ് 3 വെറൈറ്റീസ്. ഓക്കെ, വെറൈറ്റീസ് 1 2 3 3 വെറൈറ്റീസ്. ഈൽഡിൽ 30 27 42 51 47 37 42 48 44 35 41 36. പെർഫോം ആൻ അനാലിസിസ് ഓഫ് വാരിയൻസ് ഓൺ ദിസ് ഡാറ്റ. ഇവിടെ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതെന്ത് ചെയ്യണം, ANOVA ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നൾ ഹൈപ്പോത്തസിസ് എഴുതിക്കോളൂ.
ഹിയർ ദ കമ്പാരിസൺ ഈസ് ടു ബി മെയ്ഡ് ബിറ്റ്വീൻ ദ yields ഇൻ 3 വെറൈറ്റീസ്. ഇവിടെ കമ്പാരിസൺ ചെയ്യുന്നത് എങ്ങനെയാണ്? yield-നെ ബേസ് ചെയ്തിട്ട് 3 വെറൈറ്റീസ് അപ്ലൈ ചെയ്തിട്ടാണ്. സോ റൈറ്റ് ദ ഫിഗേഴ്സ് ബിലോങ്ങിങ് ടു 3 വെറൈറ്റീസ് ഇൻ 3 കോളംസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തന്ന ക്വസ്റ്റിനെ എന്ത് ചെയ്യണം? 3 കോളത്തിലേക്ക് മാറ്റി x1, x2, x3 എന്ന് കൊടുക്കാം. ഓക്കെ, 3 വെറൈറ്റീസ് അല്ലേ തന്നിരിക്കുന്നത്. മറ്റതിൽ 4 ട്രീറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് x1, x2, x3, x4 വന്നത്. ഇവിടെ 3 ഉള്ളൂ. അപ്പോൾ x1, x2, x3 കോളം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കോളത്തിന് 1 എന്നും സെക്കൻഡ് കോളത്തിന് 2 എന്നും തേർഡ് കോളത്തിന് 3 എന്നും കൊടുത്തു. 3 വെറൈറ്റീസ് അല്ലേ. ഇനി അതിന്റെ പേര് x1, x2, x3 എന്ന് കൊടുക്കാം. ഇനി അതിന്റെ താഴെ ഓരോ വാല്യൂസും കൃത്യമായിട്ട് നോക്കി എഴുതണം. നോക്കൂ, ഫസ്റ്റ് വെറൈറ്റിയിൽ വരുന്ന ഏതൊക്കെയാണ്? 30, 27, 42. അപ്പോൾ അതങ്ങോട്ട് x1 എന്നുള്ള കോളത്തിന്റെ താഴെ എഴുതി. ഇനി സെക്കൻഡിൽ വരുന്നത് എത്രയാ? 51, 47, 37, 48, 42. അത് x2ന്റെ താഴെ എഴുതി. ഇനി അടുത്തതോ 44, 35, 41, 36 x3 കോളത്തിലും എഴുതി. ഇനി നമ്മൾ ചെയ്യാറുള്ളത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? അതിൻ്റെയൊക്കെ ടോട്ടൽ വാല്യൂ, കോളം ബേസ്ഡ് ടോട്ടൽ വാല്യൂ കാണാം. അപ്പോൾ ആദ്യത്തേതിനെ എന്ത് വിളിക്കാം? സിഗ്മ x1, അത് 99 എന്നും സിഗ്മ x2ന്റെ വാല്യൂ 225 എന്നും അതുപോലെ സിഗ്മ x3യുടെ വാല്യൂ 156 എന്നും നിങ്ങൾക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ ടോട്ടൽ ഒബ്സർവേഷൻ, അതായത് എത്ര ഡാറ്റ നമുക്ക് ആകെ തന്നിട്ടുണ്ടെന്നൊന്ന് എണ്ണി നോക്കുക. ഇവിടെ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ n ഈക്വൽ ടു എത്രയാണ്? 12. ഇനി k എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കോളംസ് ആണ്. എത്ര കോളം ഉണ്ട്? 1, 2, 3. അപ്പോൾ k ഈക്വൽ ടു 3 എന്നും കിട്ടി. അപ്പോൾ കിട്ടിയ കാര്യങ്ങളൊന്ന് ഈ സൈഡിൽ എഴുതുന്നത് നല്ലതാണ്. സിഗ്മ x1, x2ന്റെ x3ന്റെ ഒക്കെ വാല്യൂ ഇവിടെ എഴുതാം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് എന്താണ്? കോമൺലി നമ്മൾ എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. assume that the means of the samples are equal. ഓക്കെ, അതിവിടെ എഴുതിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാമ്പിളിൻ്റെ മീൻ ഈക്വൽ ആണ് എന്ന രീതിയിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഇനി നമ്മൾ കാണേണ്ടത്, ഇത്രയും ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം കാണേണ്ടത് എന്താ? ടി ആണ്. ടിയുടെ വാല്യൂ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തന്നിരിക്കുന്ന എല്ലാ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുക. സം ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ 30 + 27 + അങ്ങനെ എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 480 എന്നായിരിക്കും. ഇനി നമുക്ക് ഏതുകൂടി കാണാം? t²/n. ഇത് നമുക്ക് ആവശ്യമുണ്ട് ഈ ടേം. അതുകൊണ്ട് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. t² എന്ന് പറയുമ്പോൾ 480ന്റെ സ്ക്വയർ. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 19,200 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടേം ഏത് കാണണം? നമുക്കറിയാം. ഇപ്പോൾ എന്താണ്? SST കാണണം. SST കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ മൈനസ് t²/n. t²/n ഓൾറെഡി കണ്ടെത്തി, അത് 19,200 ആണ്. ഇനി ഇതാണ് കാണുന്നത്. ഇതെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയറിന്റെ സമ്മ് എന്ന് വെച്ചാൽ 30² + 27² + 42² + 51² എന്ന രീതിയിൽ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ ലാസ്റ്റ് 578 എന്ന് കിട്ടും SSTയുടെ വാല്യൂ. ഇനി അടുത്തത് SSC കാണാം. അതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. സിഗ്മ x1² / n1 + സിഗ്മ x2² / n2 + സിഗ്മ x3² / n3. കാരണം ഇവിടെ 3 കോളല്ലുള്ളത്, അപ്പോൾ അതുവരെ മതി. മൈനസ് t²/n. ഓക്കെ, അപ്പോൾ n1ഉം n2ഉം n3 എന്ന് പറഞ്ഞാൽ ഓരോ കോളത്തിലുള്ള നമ്പറാണ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ n1 ഇവിടെ എത്രയായിരിക്കും? 3. ഇവിടെ n2 എത്രയായിരിക്കും? 1, 2, 3, 4, 5. അപ്പോൾ 5. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4. അപ്പോൾ n3യുടെ സ്ഥാനത്ത് 4 എന്ന് കൊടുക്കാം. ഇനി സിഗ്മ x1² എന്ന് പറയുമ്പോൾ 99² പ്ലസ് ഇനി സിഗ്മ x2² 225², സിഗ്മ x3² 156² മൈനസ് t²/n വാല്യൂ 19,200. ഇനി ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ആൻസർ 276 എന്ന് കിട്ടും. ഇനി അടുത്തത് SSE. SSE കാണാനുള്ള ഇക്വേഷൻ എന്താണ്? SST മൈനസ് SSE എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പം കിട്ടിയ ഈ രണ്ട് ആൻസറും തമ്മിൽ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 578 മൈനസ് 276 ചെയ്താൽ മതി. അപ്പോൾ 302 എന്ന് കിട്ടും. ഇനി അടുത്തത് MSC കാണണം. MSC കാണാനുള്ള ഇക്വേഷൻ SSC / K - 1 എന്നാണ്. SSCയുടെ വാല്യൂ എന്ന് പറയുന്നത് 276 / K എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3 ആയിരുന്നു. 3 - 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 138 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്തത് MSE കൂടി കാണണം. MSE എന്ന് പറയുമ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ SSC / n - K. SSE എത്രയാണ് കിട്ടിയതെന്ന് നോക്കാം. SSE 302 ആണ്. ഇനി n - K എന്ന് പറയുമ്പോൾ നമുക്കറിയാം n - K ദാറ്റ് ഈസ് ഈക്വൽ ടു n എത്രയായിരുന്നു? 12 മൈനസ് 3 K. അപ്പോൾ 9 എന്ന് കിട്ടും. അപ്പോൾ n - Kയുടെ സ്ഥാനത്ത് 9ഉം SSCയുടെ സ്ഥാനത്ത് 302. അപ്പോൾ ആൻസർ MSCയുടെ ആൻസർ 33.56 എന്ന് കിട്ടും.
അപ്പോൾ MSc വരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അനോവ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ സ്ട്രക്ചർ അതുപോലെ വരച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഈക്വൽ എന്ന് എഴുതിയിട്ട് ഓരോ കോളത്തിലും ഈക്വൽ എന്ന് എഴുതിയിട്ട് ആ വാല്യൂ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ കിട്ടിയ ഓരോ വാല്യൂസ് ഇതിൻ്റെ ഉള്ളിൽ എഴുതുക. SSCയുടെ വാല്യൂ 276, SSC ഈക്വൽ ടു 302, SST ഈസ് ഈക്വൽ ടു 578. കിട്ടിയ ഓരോന്നാണ്. SST ഈസ് ഈക്വൽ ടു 578. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം K-1 എന്ന് പറയുമ്പോൾ 3 - 1 2, N-K എന്ന് പറയുമ്പോൾ 9, N-1 എന്ന് പറയുമ്പോൾ 12 - 1 11. പിന്നെ MSCയുടെ വാല്യൂ 138 MSCയുടെ വാല്യൂ 33.56 ആണ്. അപ്പോൾ അതുപോലെ എഴുതി. അപ്പോൾ അനോവ ടേബിൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, F റേഷ്യോ കാണണം, F ടെസ്റ്റ് കാണണം. F ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, MSC ഡിവൈഡഡ് ബൈ MSE എന്നാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തൊക്കെയാണെന്ന് ഈ അനോവ ടേബിളിൽ തന്നെ നോക്കിയാൽ നമുക്ക് കിട്ടും. എത്രയാണ്, 138 ഡിവൈഡഡ് ബൈ 33.56. അങ്ങനെ ചെയ്യുമ്പോൾ 4.112 എന്നാണ് എഫിൻ്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിഗ്രി ഓഫ് ഫ്രീഡം. ആ ഇക്വേഷൻ എന്തായിരുന്നു, K-1, N-K. K-1 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ് K എന്ന് പറയുന്നത്, 3 - 1 2, N-K ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാ 9. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 2.9. ഇനി നമ്മൾ ടേബിൾ വാല്യൂ ആണ് കാണേണ്ടത്. ടേബിൾ വാല്യൂ കാണുമ്പോൾ എന്ത് ചെയ്യണം, ഡിഗ്രി ഓഫ് ഫ്രീഡം കമ്പയർ ചെയ്തിട്ട് എഫ് ടെസ്റ്റിൻ്റെ ആ പേജ് എടുക്കുക. എന്നിട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 2.9 എത്രയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2.9 നമ്മുടെ ഇങ്ങനെ ഒരു പേജ് ഉണ്ടായിരിക്കും എഫ് ടെസ്റ്റിൻ്റെ. അതിൽ 2.9, 2 എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, നമുക്ക് കാണുന്നുണ്ട് എന്ന് കരുതുന്നു. 2 ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി 9 ഇവിടെ അല്ലേ. അപ്പോൾ ഈ 2ഉം 9ഉം അതിൻ്റെ നേരെ നോക്കുക. വാല്യൂ എത്രയാണ് കാണുന്നത്, 4.26 എന്ന് കാണാം. അതുതന്നെയാണോ ആൻസർ എന്ന് നോക്കാം. യെസ്. അപ്പോൾ നോക്കൂ, ഡിഗ്രി ഓഫ് ഫ്രീഡം 2.9 ആ എഫ് ടെസ്റ്റിൻ്റെ ടേബിൾ എടുത്ത് നോക്കിയപ്പോൾ കിട്ടിയ ആൻസർ ടേബിൾ വാല്യൂ 4.26 എന്നാണ്. ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണോ ഈ എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ കാൽക്കുലേറ്റർ വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഏതാണ്, 4.112 ആണ്. അതിനേക്കാൾ ചെറുതാണ് എന്ത്, ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണ് എന്ത്, ഈ തന്നിരിക്കുന്ന എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഒരു കണ്ടീഷൻ നമ്മൾ എഴുതിയിരുന്നത് ഓർക്കണം, എന്താണ്, if the calculator value of Fi is less than the table value, accept the null hypothesis at the sample means are equal. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണ് ഏത്, എഫ് ടെസ്റ്റിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പോത്തസിസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്റർ വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, ദെർഫോർ വി ആക്സെപ്റ്റ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ ഈൽഡ് ഇൻ 3 വെറൈറ്റീസ് ആർ ഈക്വൽ എന്ന ആ ഒരു ലാസ്റ്റ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നന്നായി ചെയ്ത് പഠിക്കുക. ഈ പ്രൊസീജിയറും ഈ കോളവും, അതായത് അനോവ ടേബിളിൻ്റെ കോളവും കറക്റ്റായിട്ട് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ പ്രോബ്ലം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പെല്ലാം പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നന്നായി നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ.